അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ നിന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത്? എന്നെക്കുറിച്ച് എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ പിതാവിന് തുല്യനാണ്, ഞാൻ അതുപോലെയാണ് കാണുന്നതെന്നാ. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾ ആ കുട്ടിയെ ഒരു ഇരയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതുമാത്രം പോരായിരുന്നു. നിങ്ങൾക്ക് പലർക്കും ഞാനും കൂടിയായിരുന്നു ടാർഗറ്റ്. നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർഗറ്റ്. അല്ലല്ല, സ്ഥാനമാനങ്ങളൊക്കെ കിട്ടുന്നത് അവരവരുടെ കഴിവനുസരിച്ച് അവരവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നതാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അദ്ദേഹം ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചാണ്. അതിപ്പോൾ നമുക്ക് വല്ലതും പറയാം. കാര്യമൊന്നുമില്ല, അത് പാർട്ടി അന്വേഷിച്ച് അതിലൊരു തെറ്റുമില്ലെന്ന് കണ്ടുപിടിച്ചു. അല്ലെന്നേ, അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, അത് നിങ്ങളുടെ ഭാഷ, അതിന് ഞാൻ മറുപടിയില്ല. ഞാൻ ചോദിക്കുന്നത്, ആ കുട്ടി ഇന്നലെ നിങ്ങളെല്ലാവരും തല കുത്തി ചോദിച്ചല്ലോ. നിങ്ങളെല്ലാവരും അല്ല, ചില ചാനലുകൾ, അതായത് എന്നെ പറ്റി എന്തെങ്കിലും കിട്ടുക എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചല്ലോ ആ കുട്ടിയുടെ നിന്ന് ആ കുട്ടി എന്താ മറുപടി പറഞ്ഞത്? എന്നെക്കുറിച്ച് എന്താ മറുപടി പറഞ്ഞത്? എൻ്റെ പിതാവിന് തുല്യനാണ്, ഞാൻ അതുപോലെയാണ് കാണുന്നതെന്നാ. നിങ്ങൾക്കൊന്നും കിട്ടിയില്ല. നിങ്ങൾ ആ കുട്ടിയെ ഒരു ഇരയാക്കി നിർത്തിക്കൊണ്ട് നിങ്ങൾ ഇതുമാത്രം പോരായിരുന്നു. നിങ്ങൾക്ക് പലർക്കും ഞാനും കൂടിയായിരുന്നു ടാർഗറ്റ്. നിങ്ങൾക്ക് ഇന്നലെ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ ഞാൻ കൂടിയായിരുന്നു ടാർഗറ്റ്. അല്ല, ഇയാൾക്ക് ഞാൻ മറുപടി പറയുന്നില്ല, ഇയാൾക്ക് മറുപടിയില്ല. കാരണം ഇയാൾ വെറുതെ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നെ പറയാൻ ഇയാൾ സമ്മതിക്കണമില്ല. ഇയാൾ തടസ്സപ്പെടുത്തിയ ഞാൻ നിർത്തിയിട്ട് പോകും. ഇയാൾ നിരന്തരമായി ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ആദ്യം മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ ശ്രമിക്കുക. അദ്ദേഹം പറഞ്ഞു തീർന്നിട്ട് എനിക്കതിനുള്ള അവകാശം ഉണ്ടല്ലോ. നിങ്ങളുടെ ചോദ്യത്തിന് വേറൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതിനാണ് ഞാൻ മറുപടി പറയണത്. നിങ്ങൾ പറഞ്ഞു വെച്ചേക്കണവർ വേറെ വല്ലതും പറഞ്ഞാണ്, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ പറഞ്ഞു, ഞാൻ ആ കുട്ടിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല. ഞങ്ങളുടെ മുമ്പിൽ പരാതി വന്നിട്ടുള്ള പരാതി ഗൗരവത്തോടുകൂടി പരിശോധിച്ച് വേണ്ട നടപടി എടുക്കും. അതിൽ മുഖം നോക്കൂല. അതിനേക്കാളും വലിയ മറുപടി ആ ചാറ്റുമായി ബന്ധപ്പെട്ട കാര്യം അറിഞ്ഞപ്പോൾ അവിടെ നടപടി ഉണ്ടാവില്ലായിരുന്നു. അവിടെ ഒരു പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള നടപടി താങ്കളുടെ ഭാഗത്ത് എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് പരാതി വന്നിട്ടുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ ഒരു പരാതി വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലല്ലോ. താങ്കൾ ആ കുട്ടിയുടെ പിതാവിനെ പോലെയാണെങ്കിൽ ഒരു പിതാവിനെ പോലെ അല്ല, അത് നിങ്ങൾ പല മൈക്കിൽ പോയി പ്രസംഗിക്കും, ചന്തയിൽ പോയി, മാർക്കറ്റിൽ പോയിട്ട് പ്രസംഗിക്കും. ഞാൻ നിങ്ങളോട് പറയാൻ എനിക്ക് സൗകര്യമില്ല. നിങ്ങളുടെ അജണ്ട വേറെയാണ്. ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. റിപ്പോർട്ടർ ടിവിയുടെ അജണ്ട വേറെയാണ്. ആ അജണ്ടയായിട്ട് എൻ്റെ അടുത്ത് വരണ്ട. അത് നടത്തിക്കോട്ടെ. അത് എപ്പോഴും എല്ലാ മാസവും DYFIയും BJPയും എൻ്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. അതില്ലെങ്കിൽ ഞാൻ അന്വേഷിക്കാറുണ്ട് എന്താ വരാത്തതെന്ന് ഈ മാസം. അല്ല, അത് സംഘടനാപരമായി എടുക്കേണ്ട തീരുമാനമാണ്. പരാതി പരിശോധിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി അയാൾക്കത് പറയാനുള്ള, ആരോപണ വിധേയനായ ആൾക്ക് മറുപടി പറയാനുള്ള ഇതുകൂടി കൊടുത്ത് നടപടിയെടുക്കുക. അങ്ങനെയാണ് പാർട്ടിയിലൊരു പ്രൊസീജിയറുണ്ട്. പാർട്ടിയിലൊരു നടപടിക്രമമുണ്ട്, പ്രൊസീജിയറുണ്ട്. ഞാൻ എല്ലാ ചെറുപ്പക്കാരെയും പ്രോത്സാഹിപ്പിക്കാറ്. അതല്ല പറഞ്ഞത്. കരിവാരി തേപ്പിക്കാനൊന്നും ഞാൻ ഈ വിഷയത്തിൽ ആരെയും ഡിഫെൻഡ് ചെയ്തിട്ടില്ല. പിന്നെ ഇല്ലാത്ത കാര്യം പറഞ്ഞെന്തിനാ? ഞാൻ ഈ വിഷയത്തിൽ നിങ്ങൾ ചോദിച്ചിട്ടുമില്ല, ഞാൻ ആരെയും ഡിഫെൻഡ് ചെയ്തില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ പ്രതികരിക്കണം. ഞാൻ വളരെ കൃത്യമായ മറുപടിയും പറഞ്ഞു. പിന്നെ ഒരു പാർട്ടിയല്ലേ, എത്ര ലക്ഷക്കണക്കിന് ആളുകളുള്ളതാ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകരിൽ എത്ര പേരുണ്ട്? മാധ്യമ ഓഫീസിൽ എത്ര പേരെ കുറിച്ച് പരാതി പല കാര്യത്തിൽ വരാറുണ്ട്? അതിന് ആ മാധ്യമ ഓഫീസിലിരിക്കുന്ന ആളുകൾ ആരെങ്കിലും ഉത്തരവാദികളാണോ? എല്ലാ ഗവൺമെൻറ് ഓഫീസുകളിൽ എത്ര പേരെ കുറിച്ച് പരാതി പറയാറുണ്ട്? എനിക്കറിയാമല്ലോ ഒരുപാട് പേരുടെ പേര് എനിക്കറിയാമല്ലോ. ഞാൻ അങ്ങനെ പേരൊന്നും പറയില്ലല്ലോ. ഓഫീസിലെ പരാതി വന്നിരിക്കുന്നത് സഹപ്രവർത്തകരോട്
മോശമായിട്ട് പെരുമാറിയതിൻ്റെ പേരിൽ എത്ര പേർക്കെതിരായിട്ട് പരാതി വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സ്വാഭാവികമായ കാര്യങ്ങളാണ്. പക്ഷേ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയൊരു സംഭവം ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആരായാലും നടപടിയെടുക്കും. അതിൽ കൂടുതൽ ഞങ്ങൾ എന്തെടുക്കാൻ പറ്റും?